ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല കോൾഡാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പഴയ ഓഫീസാണ് ഈ കാണിക്കുന്നത്. ആ ഗാലങ്കോലാണ്. എനിക്കിത്തിരി ബില്ലടിക്കാനും ബില്ലെടുക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതാ ഫയലൊക്കെ എടുത്ത് വെച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഒഴിഞ്ഞ സാധനങ്ങളൊക്കെ കയറി പുതിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാനാണ് അവസാനമായിട്ട് ഞാൻ പോണെന്ന് പറയാൻ പറ്റില്ല, പെണ്ണുങ്ങളിൽ അവസാനം ഞാൻ പോണെന്ന് പറയാം കേട്ടോ. എന്താ ഞാനിതൊക്കെ എടുത്തിട്ടിപ്പോൾ ഓണർ അവിടെ നിന്ന് അവളുടെ വ്ളോഗ് പിടുത്തം പോയി അവിടെ നിന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് തന്നെ, തമാശക്കാണ് എന്നാലും. അപ്പോൾ അതാ ഇനി 10 കൊല്ലം ജോലി ചെയ്ത ഒരു സ്ഥലമാണ് കേട്ടോ ഞാനിത്. ഇറങ്ങുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, എന്തോ വീട് മാറിപ്പോണ ഒരു സങ്കടം പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. പറയുമ്പോൾ കളിയാക്കണ പോലെ തോന്നിയായിരിക്കാം, അല്ലെങ്കിൽ എന്നെ കളിയാക്കാൻ തോന്നുമായിരിക്കാം കൂട്ടുകാർക്ക്, പക്ഷേ എനിക്കെന്തോ അങ്ങനെയായിരുന്നു. അപ്പോൾ അതാ വണ്ടിയിൽ കയറ്റി ഫയലുകളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പം ഞാനാണ് പോണത് കേട്ടോ. ഞാൻ ആ ചേട്ടന് മാത്രമാണ് പോണത്. അപ്പോൾ അതേ വണ്ടിയിൽ ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ അവിടെ കുറേ എന്താ പറയുക ബംഗാളികൾ അങ്ങനത്തെയൊക്കെ ജോലിക്ക് വെച്ചിട്ടുമുണ്ട്. സ്പെഷ്യലായിട്ട് അത്രയും ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മുടെ കുട്ടികളും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങനെ പോവാണ്. ഇനി ഈ ഓഫീസിലേക്ക് ഞാൻ കുറച്ചൊക്കെ ഈ ഓഫീസിലൊന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഈ ഓഫീസിലേക്ക് ഉണ്ടാവില്ല. നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോവാണ്. പുതിയ സ്ഥലത്ത് ബിൽഡിങ്ങൊക്കെ പണിത് സ്വന്തമായിട്ട് ശരി. ഞങ്ങൾ പോകണേട്ടാ ഈകൾ വീട്ടിൻ്റെ പുതിയ സ്ഥലത്തേക്ക് പോകണം, പാമ്പൂര്. ഞങ്ങളുടെ ബിസിനസ് അയച്ചോളട്ടെ. പിന്നെ അവിടുത്തെ വ്ളോഗ് വേണം. അപ്പോൾ ഈ ഗ്ലോട്ടോസ്പേഴ്സ് എന്ന സ്ഥാപനം കുറേ ആൾക്കാരൊക്കെ നമ്മൾ തൃശ്ശൂരുള്ളവർ അറിയണവരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കിപ്പോഴായിട്ട് മനസ്സിലായി. കുറേ ആൾക്കാർ കാണുന്നുണ്ട്, നമ്മുടെ അവിടേക്ക് വരുന്നവരും അവരുടെ വൈഫൊക്കെ കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഗ്ലോട്ടോസ്പേഴ്സ് എന്ന സ്ഥാപനം പാമ്പൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറുകയാണ് കേട്ടോ. സ്വന്തം ബിൽഡിങ് പണിത്. ഇത്ര നാൾ റെൻറ്റിനായിരുന്നു, നല്ല റെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ചെന്നപ്പോൾ റാക്കൊക്കെ വെറുതെ അടിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. കമ്പ്യൂട്ടറൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയതുണ്ട്, പഴയത് കൊണ്ടുപോകണം വെക്കണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബാത്റൂമിൽ പോയി നോക്കണം കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും നമ്മുടെ ബാത്റൂമിൻ്റെ സൗകര്യങ്ങളൊക്കെ ആണല്ലോ ആദ്യം ചെക്ക് ചെയ്യുക. വെള്ളം ഉണ്ടോ, ബാത്റൂം ഉണ്ടോ, ഇത് രണ്ടാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ പോട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ദിവസം എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ചെറിയൊരു വീഡിയോ ഞാൻ അധികമൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഹലോ, അപ്പോൾ വന്നും കേട്ട് ഞാൻ അതിനും കൂടി കുറച്ച് ചോറ് എടുത്തോണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ കിടന്നു. ഒരു സിനിമ കണ്ടു എന്നൊന്നും പറയണ്ട, കുറച്ച് ഭാഗങ്ങളൊക്കെ കേട്ടോ. സന്തോഷം എന്നുള്ള അനുസുത്താരയുടെ ഒക്കെ ഒരു സിനിമ, അനിയത്തിക്കുട്ടിയുടെയും കൂടി ഒരു സ്നേഹത്തിലുള്ളൊരു നല്ല രസമുള്ള സിനിമ കേട്ടോ, നല്ല ഹാപ്പിനെസ്സായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇത് അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കഴുകി അടുക്കള വൃത്തിയാക്കി. ഇനി ഇത് ഇപ്പോൾ വരും കേട്ടോ. ചെമ്മീനാണ് വാങ്ങിച്ചേക്കണമെന്ന് പറഞ്ഞേക്കണത്. ചെമ്മീൻ വാങ്ങിക്കാൻ പറ്റുമോ, വയ്യായി ഉണ്ടോ, നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചേട്ടാ. എന്നാലും ഞാൻ പിന്നെ വാങ്ങിച്ചോന്ന് പറഞ്ഞു. പിള്ളേരുടെ ആഗ്രഹങ്ങളല്ലേ. എന്നൊരു മീനായി ഇഷ്ടമുണ്ട്. മീനാണ് എളുപ്പം കേട്ടോ, നാളെ നേരത്തെ പോകേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ചോറും കറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പൊറോട്ട വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വേഗം ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും കൂട്ടി ഞങ്ങൾ കഴിച്ച് പിന്നെ മീൻ കറി ഒന്ന് വെച്ചിട്ടൊക്കെ കിടക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ചേട്ടനൊക്കെ വന്നിട്ട് കാണിക്കാം കേട്ടോ. ഞാനൊന്ന് അവിടെ നിന്ന് അടിച്ച് വാരിയിടാനും കൂടിയുണ്ട്, അടുക്കളയും ഈ ഹോളൊക്കെ ഒന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് വൈകുന്നേരമാണ് ഇപ്പോൾ ജോലികൾ മുഴുവൻ. രാവിലെ വലിയ കാര്യമായിട്ട് പണികൾ ചെയ്യില്ല. ഇനിയിപ്പോൾ നാളെ തുടങ്ങി 7:45 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും കേട്ടോ. നല്ല ദൂരമുണ്ട്. ഇപ്പോൾ 2 ബസ് മാറി കയറിയൊക്കെ എത്തണ്ടേ, സമയത്തിന് എത്തും വേണ്ടേ. കുറച്ച് ദിവസമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇത്തിരി നേരം വൈകി ഒന്നും പറയില്ല, പക്ഷേ സ്ഥിരം അങ്ങനെ നേരം വൈകി എന്തായാലും വഴക്ക് പറയും, അത് സ്വാഭാവികവും. അപ്പോൾ പിന്നെ നിർത്തിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ ഫോണിന് ചാർജ് കുറവാണ്, അപ്പോൾ അതൊക്കെ ചാർജിലിട്ടിട്ട് അപ്പോഴേക്കും വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ മുട്ടക്കറിയും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശേഷം പറഞ്ഞത് മുഴുവനായില്ല. അപ്പോൾ നമ്മുടെ ഈ ഗ്ലോട്ടോസ്പേഴ്സ് പാമ്പൂർക്ക് മാറി, നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറി. ഇവിടുന്ന് ഇത്തിരി സങ്കടത്തോടെയാണ് പോയതെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് നമ്മുടെ സ്ഥാപനം കണ്ടതോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മളൊരു പുതിയൊരു വീട് വെച്ച് പോണ അതേ സന്തോഷം തന്നെ എനിക്ക് അവിടെ തോന്നി കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ 10 വർഷമായി അവിടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ആത്മാർത്ഥതയും സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ കേട്ടോ, എനിക്ക് മാത്രമല്ല നമ്മളവിടെയുള്ള ഏറെക്കുറെ സ്റ്റാഫുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തിങ്കളാഴ്ച വരുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി വീഡിയോ തിങ്കളാഴ്ച വരുന്നുണ്ട്. ഇന്നെനിക്ക് ഞാൻ പറയില്ലേ പറ്റിയില്ലാന്ന്. അപ്പോൾ വേഗം ഒന്നൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. സവോളയൊക്കെ വേഗം അരിഞ്ഞ് വാട്ടി എല്ലാ സാധനങ്ങളും ഇട്ട് എഗ് റോസ്റ്റൊക്കെ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും പറഞ്ഞ് അങ്ങോട്ട് ബോറടിപ്പിക്കണില്ല കേട്ടോ ഞാൻ. പിന്നെ മല്ലിയില, ചേട്ടന് മല്ലിയിലൊക്കെ നല്ലോണം ഇടണം എഗ് റോസ്റ്റിലൊക്കെ. അപ്പോൾ അത് കാരണം ഞാനത് കുനൂരുന്നതിന് അരിഞ്ഞങ്ങോട്ട് ഇട്ടു. തണ്ടോട് കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നല്ല കുനൂരുന്നതിന് അരിയണം. അപ്പോൾ അത് കാരണം കൊണ്ട് അതങ്ങനെ അരിഞ്ഞ് കിട്ടും. ആ നേരത്തതാ നാളികേരപ്പാൽ ഒഴിക്കാൻ നേരത്ത് കറണ്ട് പോയി കറക്റ്റായിട്ട്. അപ്പോൾ അതാ വിളക്ക് കത്തിച്ച് നമ്മുടെ ചെമ്മീൻ നന്നാക്കാനിരിക്കുകയാണ്. ചേട്ടൻ റെഡിയാക്കിയൊക്കെ തരും, പക്ഷെ ചെമ്മീൻ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളായി മാറുന്നു മാത്രം. സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ഇരുന്ന് ചെയ്യാണ് കേട്ടോ. ചെമ്മീൻ ഇപ്പോൾ വില കുറവാണ്, പക്ഷെ ചെറിയ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേനും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. കറണ്ട് വന്നു അതിനിടയ്ക്ക്. അപ്പോൾ ഞാൻ ആദ്യം എഗ് റോസ്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് വന്നില്ലെങ്കിൽ അപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് സെറ്റാക്കി ഇത്തിരി ഉപ്പും ഒരു തുണ്ട് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കോൾഡാണ് കേട്ടോ, സംസാരിക്കാൻ ശരിക്കും പറ്റണില്ല. പിന്നെ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. വിശേഷങ്ങളൊക്കെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അതാ പൊറോട്ടയും മുട്ടക്കറിയും കൂട്ടി അങ്ങനെ കഴിച്ചു കേട്ടോ. ചേട്ടൻ എന്താ അവിടെ ഇരിക്കുന്നുണ്ടാ നമുക്ക് തോന്നും ബീഫ് അരിയാന്നല്ലേ, അല്ല പൊറോട്ട പൊട്ടിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വർഷക്കാലത്തിൻ്റെ കാര്യങ്ങളാണ്. ഡ്രസ്സുകളൊക്കെ ജനലേമ ഉണങ്ങിയതൊക്കെ തന്നെയാണ്, എന്നാലും ചെറിയൊരു സ്മെല്ല് ഫീൽ ചെയ്യും, നന്നായിട്ട് ഉണങ്ങിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ ചേട്ടന് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ പോയി. അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു ഹെൽപ്പൊന്നും എനിക്ക് കിട്ടിയില്ല. കാരണം ചെമ്മീൻ അവിടെ ഇരുന്ന് നന്നായിട്ട് ഒരു 11:30 ഒക്കെ ആയി കേട്ടോ. ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ കണ്ണിലിങ്ങനെ ഉറക്കം പിടിക്കാമെന്ന് പറഞ്ഞാലാവില്ല, അത്ര ഉറക്കം പിടിച്ചു തുടങ്ങി. പിന്നെ ചെമ്മീൻ്റെ തോലൊക്കെ ഞാൻ അങ്ങോട്ട് അപ്പുറത്തെ പുറകിൽ അറ്റത്തേക്ക് കളഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ പൂച്ചകളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവറ്റൊക്കെ വയറുവേദന എടുത്ത് പിന്നെ അവരവിടെ തലതല്ലി കിടക്കണ കാണുമ്പോൾ നമുക്ക് സങ്കടമല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് കൊടുത്തില്ല. മീനിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ഒരു കുറേയൊക്കെ കരഞ്ഞു, പക്ഷെ ഞാൻ ചെയ്തില്ല. അതിനിടയ്ക്ക് ഞാൻ ചോറിനുള്ള വെള്ളം ഏറ്റവും വന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അരി കഴുകുമ്പോൾ നല്ലോണം പോവുമല്ലോ, കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതും ഇട്ട് കൊടുത്തു. അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ജോലി സ്ഥലത്തേക്ക് അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ആദ്യമായിട്ട് ബസ്സിൽ നമ്മൾ പോകുന്നത്. തലേദിവസം ഞാൻ വണ്ടിയിലല്ല പോയത്, അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വണ്ടിയിൽ ആണ് പോയത്. നമ്മൾ ബസ് കയറി പോയതല്ല. ഇന്ന് ഇവിടെ നിന്നേ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെട്ടുകാടുന്ന് 8:15 ബസ്, പക്ഷേ ഒരു 7:55 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ബസ് കിട്ടുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഏകദേശം 3/4 മണിക്കൂറോളം നേരത്തെ ഇറങ്ങണം കേട്ടോ ഇനി തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാതും കറി വെച്ചേക്കണമെന്നാണ് വിചാരിച്ചത്. ചെമ്മീൻ കറി വീണ്ടും മൂക്ക് അടഞ്ഞോട്ടോ, അതുകൊണ്ട് ഒരു സംസാരം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം വെക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത്ര സമയമായില്ല, എനിക്ക് തീരെ വയ്യാണ്ടായി. ഞാൻ വേഗം എടുത്തിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി വേഗം പോയി കിടന്നു, ഇനി വയ്യാണ്ടായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരണ്ട, 2 പാത്രം ഉണ്ടായിരുന്നു, അത് ചേട്ടൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വേഗം ചെമ്മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ കുടംപുളിയോ ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു. അതും ഞാനെടുത്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ഒക്കെ ആക്കി, പ്ലാസ്റ്റിക് കുപ്പി ഏത് കുപ്പിയാണോ കേട്ടോ, ഒരു കുപ്പിയിലേക്ക് ആക്കി എന്നിട്ട് വേഗം അതും ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് ഉപകാരം ഉണ്ടായി. പിറ്റേ ദിവസം പെട്ടെന്ന് പുളി ഇറങ്ങുമല്ലോ, അതൊക്കെ കുറച്ച് കുടംപുളി ഇട്ടാൽ മതി. അപ്പോൾ അതങ്ങനെ അതും ഫ്രിഡ്ജിൽ വെച്ചു. ചോറ് പിന്നെ തിളപ്പിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് എടുത്ത് വാർക്കെല്ലാം വേണ്ടോ രാവിലെ, വേറെ ഒന്നും ചെയ്യാറില്ല, വാർക്കൽ മാത്രമായിട്ടാ ചെയ്യാറുള്ളൂ. അപ്പോൾ ചേട്ടനെ തുണിയൊക്കെ എടുത്ത് കൊടുത്ത് കാട്ട് ഞാൻ ഇറക്കി വെച്ചോ എന്ന് ചേട്ടനോട് പറയണം കേട്ടോ. തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഞാൻ വേഗം ഇത്തിരി വെള്ളം ചൂടാക്കി കുളിക്കാമെന്ന് വിചാരിച്ചു. അത്രയും സമയമായില്ലേ, ഇനി പച്ചവെള്ളത്തിൽ കുളിച്ചാൽ ചിലപ്പോൾ വയ്യാണ്ടാവും, അത് കാരണം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. അപ്പോൾ അത് നോക്കിയപ്പോൾ 2 പൊറോട്ട ബാക്കിയുണ്ട്. അപ്പോൾ അതെടുത്ത് അതും ആക്കി വയ്ക്കണം. അപ്പോൾ അതിനിടയിൽ നോക്കിയപ്പോൾ നാളികേരം ചെരിയതും മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചേട്ടൻ ചെരിയ തന്നു. അപ്പോൾ ഞാൻ അതും ഒരു പ്ലാസ്റ്റിക് ബൗളിലേക്ക് ആക്കി എടുത്തു വയ്ക്കുകയാണ്. പൊറോട്ട അങ്ങനെ തന്നെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ കറി അടുപ്പത്തിടുക, ചോറ് വറുക്കുക. ചെമ്മീൻ കറി നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ റെസിപ്പി ഒന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത്ര നേരമായിട്ടല്ലേ കിടന്നത്, 6:40 ഉണ്ടായിരുന്നു കണ്ടു തുറന്നപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് മീൻ കറി അടുപ്പത്തേക്ക് വെച്ചു. ചേട്ടൻ ചോറ് വാർത്ത് ചായ വെച്ചിട്ടാണ് എന്നെ വിളിച്ചത്, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ഞാൻ പെട്ടെന്നങ്ങോട്ട് എഴുന്നേറ്റ് വേഗം മീൻകറി വെക്കുകയാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ അതെനിക്ക് കാണിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റിയില്ല. വേഗം അങ്ങനെ ജോലിക്ക് പോവുകയാണ് ചെയ്തത്. തലേദിവസമൊക്കെ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ അങ്ങനെ ആ വടക്കേ സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. അപ്പോൾ അങ്ങനെ ആദ്യം ഇത്തിരി പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സ്റ്റോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് വലിയ താമസമൊന്നും ഉണ്ടായില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. ഒരു 12 മിനിറ്റിൻ്റെ ഉള്ള വടക്കേ സ്റ്റാൻഡിൽ കേട്ടോ ദൂരം. സംസാരിക്കുന്നത് മനസ്സിലാവുണ്ടാവും അല്ലേ. കുറേ നേരം കാത്തു കേട്ടോ. മൂക്കുറക്കൊന്നും റെഡി ആവണമെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമയം പോവല്ലാണ്ട് റെഡി ആവണില്ല. വീഡിയോ ഇടണ്ടെന്ന് വെച്ചാൽ ഇന്നലെ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും ഇടണ്ടേ. അപ്പോൾ അതവിടെ ചെന്നപ്പോഴേക്കും 9:15 ആരും കാര്യമായിട്ട് വന്നിട്ടില്ല. അവിടെ വേറെ പണിക്കാരൊക്കെ ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ കമ്പനി സ്റ്റാഫുകളൊന്നും ആരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇത്തിരി കഞ്ഞിവെള്ളം ഉപ്പിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കുടിച്ചു. പിന്നെ ആദ്യത്തെ ദിവസമല്ലേ കമ്പ്യൂട്ടർ ഓൺ ചെയ്യണതിൻ്റെ അതൊക്കെ ഒരു തിക്കുമുട്ടാണ്. അപ്പോൾ തലേദിവസം ഞാൻ പോകുമ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അപ്പോൾ എല്ലാതും ഓണാക്കിയൊക്കെ ഇടണം. പക്ഷെ ഞാനത് ഓണാക്കാനായിട്ട് നിന്നില്ല. പിന്നെ ലാസ്റ്റ് ഓണറൊക്കെ വന്നിട്ടാണ് ഓണാക്കിയത്. അപ്പോഴേക്കും നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ ആൾക്കാർ വന്നൊക്കെ റെഡിയാക്കി. അപ്പോൾ നല്ല തിരക്കായിരുന്നു ഈ ഒരു ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ഡേ ഇത് പിടിക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം തിരക്കാരെ പിടിക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അത് കാരണം കൊണ്ട് ഞാൻ പിടിച്ചില്ല. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ തിങ്കളാഴ്ച രാവിലെ വരും കേട്ടോ. അപ്പോൾ കാണാൻ മറക്കുന്നത് അടിപൊളി വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കരുത്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ്. ഓക്കെ ബൈ.